ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് 3 ഫിലിം റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ മെയിനായിട്ട് പോയി കണ്ട ഫിലിമാണ് ബസൂക്ക. മമ്മൂട്ടിയുടെ ബസൂക്ക എന്നുള്ള ഫിലിമാണ്. അപ്പോൾ ഡീനോ ഡെന്നീസ്, നമ്മുടെ പഴയ കലൂർ ഡെന്നീസിൻ്റെ മകനായിട്ടുള്ള ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഡയറക്ഷൻ മാത്രമല്ല, അതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയലോഗ് എല്ലാം ഡീനോ ഡെന്നീസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻസ് വരുന്നത് സാരിഗാമ മ്യൂസിക്കിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള യൂഡിൽ ഫിലിംസും അതുപോലെ തന്നെ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ വരുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആക്ച്വലി നിമിഷ് രവി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. പിന്നെ എഡിറ്റിംഗ് സൈഡിൽ വരുന്നത് നിഷാദ് യൂസഫും അതുപോലെ പ്രവീൺ പ്രഭാകറുമാണ്. നിഷാദ് യൂസഫിനെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് സൈഡിൽ വർക്ക് ചെയ്തിട്ടുള്ള പുള്ളി തല്ലുമാല ഫിലിം, അതുപോലെ ഒരുപാട് ഫിലിംസ് മലയാളം ഫിലിമിൽ ചെയ്തിട്ടുള്ള എഡിറ്റിംഗ് സൈഡിൽ വർക്ക് ചെയ്തിട്ടുള്ള പുള്ളിയാണ്. പുള്ളി ആക്ച്വലി 2024 കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ പുള്ളി മരണപ്പെട്ടു. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് പുതിയ ഒരാളാണ്, സയ്യിദ് അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ ആക്ച്വലി ലീഡ് ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് നമ്മുടെ മമ്മൂക്കയും അതുപോലെ ഗൗതം വാസുദേവ് മേനോനുമാണ്. പിന്നെ ഇതിൽ വേറെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത് ഹക്കീം ഷാ, ഷൈം ടോം ചാക്കോ, ഐശ്വര്യ മേനോൻ, പിന്നെ ദിവ്യ പിള്ളെ, സിദ്ധാർത്ഥ്, ബാബു ആൻ്റണി, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ഈ ഫിലിമിനെ കുറിച്ചിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ ഫിലിം കിടിലൻ ഫിലിമായിട്ടാണ് തോന്നിയത്. ആക്ച്വലി ഭീഷ്മ കഴിഞ്ഞതിന് ശേഷം മമ്മൂക്കാനെ ഇത്രയ്ക്ക് ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇത്രയ്ക്ക് മാസമായിട്ട് ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ഇത് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയൽ ഷോട്ട്സ് ഉള്ള ഒരു മൂവിയാണ്, ഒരുപാട് ഏരിയൽ ഷോട്ട്സ്. പിന്നെ ഈ ഫിലിമിൽ വേറൊരു എടുത്ത് പറയേണ്ട കാര്യം, ഇത് മേക്ക് ചെയ്തേക്കുന്നത് ഒരു ക്ലാസിക് ഒരു സ്റ്റൈലിലാണ്. ലൈക്ക് അതിൽ യൂസ് ചെയ്തേക്കുന്ന മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ഇതിൽ യൂസ് ചെയ്തേക്കുന്ന വണ്ടികൾ, ഇതിൽ കാണിക്കുന്ന ഷോട്ടുകളിലുള്ള വീടുകൾ, ഓരോ പ്ലേസുകൾ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ടൊരു ക്ലാസിക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള. പിന്നെ ഇതിന് മ്യൂസിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സയ്യിദ് അബ്ബാസ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി പുതിയൊരാളാണ്, പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ മ്യൂസിക് ഭയങ്കര ക്ലാസിക് ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ലൈക്ക് ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഉള്ള സിനിമാറ്റോഗ്രാഫി, ഷോട്ടുകൾ, ഫ്രെയിം, ഇതൊക്കെ കിടിലനായിട്ട് മീൻസ് കുറേ കാലത്തിന് ശേഷം മമ്മൂട്ടിയുടെ ഒരു മാസ് മൂവി കാണുന്ന ഒരു ഫീൽ കിട്ടി. പിന്നെ ഇത് ആക്ച്വലി ഒരു ഫാമിലി മൂവി അല്ല, ലൈക്ക് നമുക്കൊരു യൂത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ആക്ച്വലി. പിന്നെ ഫാമിലി ഓഡിയൻസിന് എങ്ങനെ അത് ഡൈജസ്റ്റ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്നത് നമുക്ക് ഫ്രണ്ട് സർക്കിൾ, യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ലൈക്ക് അതിൽ മീൻസ് വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. അതിൽ കുറേ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ പറഞ്ഞ കാസ്റ്റിലൊക്കെ കുറേ ആൾക്കാർ കിടിലൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് വരുന്നത് ജോൺട്ര ഒരു ആക്ഷൻ ത്രില്ലർ ജോൺട്രയിൽ വരുന്ന മൂവിയാണ്. അപ്പോൾ ഓവറോൾ ഈ മൂവി എനിക്ക് കണ്ടിട്ട് കുറേ കാലത്തിന് ശേഷം മമ്മൂക്കാടെ ഒരു കിടിലൻ അപ്പിയറൻസും കിടിലൻ കോസ്റ്റ്യൂമും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം തുടങ്ങുന്നത് തന്നെ ഗൗതം വാസുദേവ് മേനോൻ്റെ ഒരു കിടിലൻ ഷോട്ടെന്നും പുള്ളിയുടെ ഒരു ഇൻട്രോ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഇൻട്രോ ലൈക്ക് ഒരു സ്ലോ, നമുക്ക് അത്രക്ക് ഗംഭീരമായിട്ട് തോന്നില്ലെങ്കിലും മമ്മൂട്ടി പിന്നീടാണ് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആവുക. പക്ഷേ ഫിലിം തുടങ്ങുന്ന സമയത്ത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഗൗതം വാസുദേവ് മേനോൻ്റെ ആ ഒരു ഇൻട്രോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബസൂക്കാൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ മൂവി കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർ പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണാം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കിടിലൻ ഷോട്ടുകളും ഫ്രെയിംസും ഒക്കെ ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയെന്നുള്ളത് കമൻ്റായിട്ട് ഇടാം. അതുപോലെ കാണാത്തവർ പോയി കാണാം. അപ്പോൾ അത്രയാണ് ഉള്ളത്. ഇനി അടുത്ത ഒരു മൂവി റിവ്യൂവിൽ കാണാം നമുക്ക്. അതുവരേക്കും ബൈ.